ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കർക്കിടകക്കഞ്ഞിയാണ്. ഒരുപാട് മരുന്നുകളൊന്നും ചേർക്കാതെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമ്മൾക്ക് എളുപ്പത്തിൽ കർക്കിടകക്കഞ്ഞി തയ്യാറാക്കാം. ഈ ഒരു കഞ്ഞി നമ്മുടെ ശരീരത്തിന് വേദനകൾക്കും എല്ലാം ആശ്വാസം നൽകാൻ വളരെ ഉത്തമമാണ്. അപ്പോൾ കർക്കിടകക്കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞവര അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് ഞവര അരി എടുത്തിട്ടുണ്ട്. റെഡ് റൈസ് എന്നൊക്കെ പറയും. സാധാരണ അരി വെച്ചും ഉണ്ടാക്കാം, പക്ഷെ ഞവര അരിയാണ് ഏറ്റവും ഉത്തമം. 2 ടീസ്പൂൺ മുതിര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം ഉലുവ നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, കുതിർക്കാനുള്ള വെള്ളമാണിത്, അതും കൂടി ചേർക്കാം. ഇതൊരു 8 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. ഞവരരിക്ക് നല്ല വേവുള്ളത് കൊണ്ടാണ് അത് കുതിരാനിടുന്നത്. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. അരി നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 10 വിസിൽ വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് 10 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കപ്പിൽ തേങ്ങ ചിരകിയതെടുക്കാം, അല്ലെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതെടുത്താലും മതിയാവും. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് മഷി പോലെ അരച്ചെടുക്കണം. തേങ്ങാപ്പാൽ ചേർത്താലും മതിയാവും. ഇപ്പോൾ കഞ്ഞി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കണമെന്നില്ല. ഒരു 3 മിനിറ്റ് നേരത്തോളം നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാടല്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ കഞ്ഞി നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ. അപ്പോൾ ഇത് ഞാൻ വൈകിട്ട് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കഞ്ഞി നന്നായി വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അച്ചാർ കൂട്ടിയിട്ടോ കറി കൂട്ടിയിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഈ കർക്കിടകത്തിൽ ശരീരവേദനകൾ അകറ്റാനും ശരീരത്തിന് ബലം കൂട്ടാനും ഒക്കെ കഞ്ഞി കുടിക്കുന്നത്, ഈ 1 മാസത്തോളം കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.